വിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറ്റ്യാടി കായക്കൊടിയിൽ ഭൂചലനം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ജിയോളജിക്കൽ വിഭാഗം. റിപ്പോർട്ട് നാളെ കളക്ടർക്ക് സമർപ്പിക്കും. വടകര മൂരാട് പാലത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചു. തൊട്ടിൽപ്പാലം ചാത്തങ്കോട്ട് നടയിലും കുറ്റിച്ചിറയിലും തെരുവുനായ ആക്രമണം. 5 വയസ്സുകാരനെ തെരുവുനായ ഓടിച്ചിട്ട് കടിച്ചു പറിച്ചു. കല്ലാച്ചി സംസ്ഥാന പാതയ്ക്കരികിലെ തണൽ വൃക്ഷം മുറിച്ചു കടത്തിയതിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. കായക്കൊടി എള്ളിക്കാംപാറയിൽ ഭൂചലനം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ജിയോളജിക്കൽ വിഭാഗം. ഭൂമിക്കടിയിൽ ചെറിയ ചലനം ഉണ്ടായിട്ടുള്ളതാകാമെന്നും വിശദ പരിശോധനയ്ക്ക് ശുപാർശ ചെയ്യുമെന്നും ജിയോളജിക്കൽ വിഭാഗം വ്യക്തമാക്കി. റിപ്പോർട്ട് നാളെ കളക്ടർക്ക് സമർപ്പിക്കുമെന്നും ജിയോളജിസ്റ്റ് CS മഞ്ജു പറഞ്ഞു. 4-5 വാർഡുകളിലായി എള്ളിക്കാംപാറ, കാവിന്റടുത്ത്, പുന്നത്തോട്ടം, കരിമ്പാലക്കണ്ടി, പാലോളി തുടങ്ങി 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂചലനം ഉണ്ടായെന്നായിരുന്നു പ്രദേശവാസികൾ പറഞ്ഞത്. മെയ് 16 രാവിലെ 8 മണിക്ക് ചെറുതായി അനുഭവപ്പെട്ട ഭൂചലനം ഇന്നലെ രാത്രി 8 മണിയോടെ വീണ്ടും കുറച്ചുകൂടി ശക്തിയിലാണ് അനുഭവപ്പെട്ടത്. വീട്ടിലെ കസാര ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് ചലനമുണ്ടാവുകയും കട്ടിലിൽ കിടക്കുകയായിരുന്ന വീട്ടുകാർക്ക് തലയ്ക്ക് അടി കിട്ടിയതുപോലെ അനുഭവപ്പെട്ടതായും പ്രദേശവാസികൾ പറഞ്ഞു. അടുക്കളയിൽ നിൽക്കുകയായിരുന്ന വീട്ടമ്മയ്ക്ക് കാലിൽ തരിപ്പ് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഭൂചലനത്തെ തുടർന്ന് അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക ശബ്ദം അനുഭവപ്പെട്ടതായും നാട്ടുകാർ പറയുന്നു. ഉച്ചത്തിലുള്ള ശബ്ദത്തെ തുടർന്ന് പരിഭ്രാന്തരായ ജനം വീട് വിട്ട് പുറത്തിറങ്ങുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തുകയും വിവരങ്ങൾ EK വിജയൻ MLA അറിയിക്കുകയുമായിരുന്നു. പിന്നാലെ ജില്ലാ കളക്ടറുമായി സംസാരിച്ചതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ പ്രദേശത്തേക്ക് അയക്കുന്നത്. കായക്കൊടി പഞ്ചായത്ത് പ്രസിഡന്റ് OP ഷിജിൽ, കായക്കൊടി വില്ലേജ് ഓഫീസർ ബിജു, തൊട്ടിൽപ്പാലം സബ് ഇൻസ്പെക്ടർ സുബിൻ ബിജു, MK ശശി, PP നിഖിൽ, M റീജ, PP നാണു, VP സുരേന്ദ്രൻ എന്നിവരാണ് ഇന്നലെ സ്ഥലം സന്ദർശിച്ചത്. മൂരാട് പാലത്തിന് സമീപമുണ്ടായിരുന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചോറോടി ചേന്ദമംഗലം സ്വദേശി സത്യനാഥനാണ് മരിച്ചത്. മെയ് 11 വൈകിട്ട് 3:15 മാഹിയിൽ നിന്ന് അഴിയൂരിലേക്ക് വിവാഹം കഴിഞ്ഞുള്ള സൽക്കാരത്തിനായി പോവുകയായിരുന്ന 6-അംഗ സംഘം അപകടത്തിൽപ്പെട്ടത്. കാർ മൂരാട് പമ്പിൽ നിന്ന് പെട്രോൾ നിറച്ചതിനു ശേഷം യാത്ര തുടർന്നപ്പോഴാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെ മുൻഭാഗം തകർന്നിരുന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. ഒളിവിലം സ്വദേശി പറമ്പത്ത് നളിനി, അഴിയൂർ പാറമേൽ രജനി, അഴിയൂർ കോട്ടമല കുന്നുമ്മൽ ഷിഗിൽ ലാൽ, പുന്നോൽ കണ്ണാട്ടിൽ മീത്തൽ റോജ എന്നിവരും മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സത്യനാഥൻ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 5 കുറ്റ്യാടി തൊട്ടിൽപ്പാലം ചാത്തങ്കോട്ട് നടയിലും കുറ്റിച്ചിറയിലും കുട്ടികൾക്ക് നേരെ തെരുവുനായകളുടെ ആക്രമണം. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ കുറ്റിച്ചിറയിൽ 5 വയസ്സുകാരനെ ഇന്നലെ തെരുവുനായ ഓടിച്ചിട്ടാക്രമിക്കുന്നതിന്റെ ദാരുണമായ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. വീട്ടിൽ നിന്ന് 50 മീറ്റർ അകലെയുള്ള വഴിയിൽ വെച്ചാണ് 5 വയസ്സുകാരനെ തെരുവുനായ ഓടിച്ചിട്ട് കടിച്ചു പറിച്ചത്. കളിക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. കുട്ടിയുടെ പിറകെ ഓടിയ തെരുവുനായ കൈക്കും കാലിനുമടക്കം കടിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ആക്രമണമുണ്ടായത്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. കുട്ടികളെ വീട്ടിലും പുറത്തും കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും മൃഗങ്ങൾക്ക് മാത്രമാണ് വിലയെന്നും മനുഷ്യന് വിലയില്ലാത്ത അവസ്ഥയാണെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. വീട്ടിലിരുന്നാൽ കുട്ടികൾ മൊബൈൽ ഫോൺ നോക്കിയിരിക്കും. അതൊഴിവാക്കാൻ പുറത്ത് കളിക്കാൻ വിട്ടാൽ അവിടെ തെരുവുനായകളുടെ ആക്രമണം ഉണ്ടാകുമെന്നും പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പിതാവ് പറഞ്ഞു. കടിയേറ്റ കുഞ്ഞിന്റെ തലയിലടക്കം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. കുറ്റ്യാടി കാവലുംപാറ ചാത്തൻകോട്ട് നടയിൽ 2 വയസ്സുകാരനാണ് തെരുവുനായയുടെ കടിയേറ്റത്. പട്ട്യാട്ട് നജീബിന്റെ മകൻ സഹ്റാനാണ് കടിയേറ്റത്. ഇന്ന് രാവിലെ വീടിനടുത്ത് നിന്നും കളിക്കുമ്പോഴായിരുന്നു സംഭവം. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലാച്ചിയിൽ സംസ്ഥാന പാതയ്ക്കരികിലെ തണൽ വൃക്ഷം അർദ്ധരാത്രി ചിലർ മുറിച്ചു കടത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റിയ സ്ഥലത്ത് റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചു.
കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സോജൻ ആലക്കൽ അധ്യക്ഷനായി. യോഗത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രവീഷ് വളയം ഉദ്ഘാടനം ചെയ്തു. പ്രതികളെ സംരക്ഷിക്കുന്ന PWD പോലീസ് അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് നേതാക്കൾ പറഞ്ഞു. കല്ലാച്ചിയിൽ പ്രകടനവും പ്രതിഷേധ സമരവും നടന്നു. സുശാന്ത് CP, ജോയ് NK, PV ചാത്തു, വൈഷ്ണവ് എന്നിവർ പങ്കെടുത്തു. കോടിക്കണ്ടി മൊയ്തു സ്വാഗതവും ഷഹൻ കുറുവന്തേരി നന്ദിയും പറഞ്ഞു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. നല്ലൊരു വാർത്താസന്ധ്യയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം. ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം. ഹാപ്പി വെഡിംഗ് കല്ലാച്ചി. ഫോൺ 9526 477 466.